നമസ്കാരം. സെയിൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത വികസനത്തെ എതിർക്കുന്നവരെ രാഷ്ട്രീയ പാർട്ടികൾ കക്ഷിഭേദമന്യേ ഒന്നിച്ച് കൈകാര്യം ചെയ്യണമെന്ന് AP അബ്ദുള്ളക്കുട്ടി MLA. ദേശീയപാത വികസനത്തിനായി വളപട്ടണം വേങ്ങളം റീച്ചിലെ ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഓഫീസ് തുടങ്ങിയിട്ടും ജനം എതിർക്കുന്നത് ശരിയല്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും BJPയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇച്ഛാശക്തിയോടെ പ്രശ്നപരിഹാരം കാണണമെന്നും AP അബ്ദുള്ളക്കുട്ടി. റോഡ് വികസനത്തിന്റെ ഭാഗമായി മണ്ണും കല്ലും മാലിന്യവും പുഴയിൽ തള്ളുന്നു. കാർത്തികപുരം മണക്കടവ് റോഡരികിലെ പുഴ മലിനമാകുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി ഉദയഗിരി കൃഷിഭവൻ. ജീവനക്കാർക്ക് നിന്ന് തിരിയാനും ഫയലുകൾ സൂക്ഷിക്കാനും ഇടമില്ല. സാന്ത്വന സ്പർശം ഒരു കുടുംബത്തിനു കൂടി തുണയായി. സഹായഹസ്തം നീട്ടിയവരിൽ കുടുംബശ്രീ പ്രവർത്തകരടക്കമുള്ളവർ. തളിപ്രമ്പ് വെള്ളാവിലെ ശശിയുടെ കുടുംബത്തിന് കാരുണ്യത്തിന്റെ വെളിച്ചം. വിശദമായ വാർത്തകളിലേക്ക്. ഭൂഗർഭ ഗ്യാസ് ലൈൻ പദ്ധതിയെയും കൂടംകുളം ആണവ പദ്ധതിയെയും എതിർക്കുന്നത് ശരിയല്ലെന്ന് AP അബ്ദുള്ളക്കുട്ടി MLA. ദേശീയപാത വികസനത്തിനായി വളപട്ടണം വെങ്ങളം റീച്ചിൽ ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഓഫീസ് തുടങ്ങിയിട്ടും ജനം എതിർക്കുന്നത് ശരിയല്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും BJPയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇച്ഛാശക്തിയോടെ പ്രശ്നപരിഹാരം കാണണമെന്നും മുണ്ടേരിയിൽ മാധ്യമപ്രവർത്തകരോട് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുമ്പോഴുള്ള ജനത്തിന്റെ എതിർപ്പ് ശരിയല്ല. നമ്മുടെ ചാനലുകൾ വികസന വിരുദ്ധർക്കായാണ് സമയം ചെലവാക്കിയത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വികസന മുരടിപ്പ് എന്ന് പറയുന്നത് നല്ല റോഡില്ല എന്നുള്ളതാണ്. നല്ല റോഡ് എന്ന് വെച്ചാൽ നല്ല ഗ്രാമീണ റോഡുണ്ട്, നല്ല സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, പക്ഷെ നമുക്ക് നല്ല നാഷണൽ ഹൈവേ ഇല്ല. നാഷണൽ ഹൈവേ വികസിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 10-12 കൊല്ലമായി ശ്രമം നടത്തുകയാണ്. തലപ്പാടി കുറ്റിപ്പുറം ഒരു റീച്ചാണ്. അതിൽ വളവട്ടണം വെങ്ങളം കരാറായ പ്രവൃത്തിയാണ്. സ്ഥലം എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് തുറന്നിട്ടുണ്ട്. കോഴിക്കോട് അതിന് റീജിയണൽ ഓഫീസുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ജനങ്ങളുടെ എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറയാം, നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും ഈ വികസന വിരുദ്ധന്മാർക്ക് ഒരുപാട് സമയം ചെലവാക്കി. അതിന്റെ ഫലമായി നമ്മുടെ സമയം കുറെ പോയി. കൃഷിയും വ്യവസായവും അടക്കം ഇവിടെ മുരടിക്കുന്നു. നമുക്കൊന്നിച്ച് കലക്ട്രേറ്റിലിരിക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിക്കണം. ദേശീയപാത വികസനത്തെ എതിർക്കുന്നവരെ കൈകാര്യം ചെയ്യണം. നമ്മൾ ആളുകൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ മാധ്യമങ്ങളിൽ പോയി അന്വേഷിക്കണം. അവിടുത്തെ ഉമ്മമാരെ ഇന്റർവ്യൂ നടത്തണം. അവിടുത്തെ ആ റോഡ് പോകുന്ന പ്രഖ്യാപിച്ച സ്ഥലത്ത് റോഡ് വന്നിട്ടില്ലാന്നേ ഉള്ളൂ, പക്ഷേ അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. കൃഷി നടക്കുന്നില്ല, വ്യവസായം വരുന്നില്ല, പാർട്ടീഷൻ നടത്തുന്നില്ല. എന്നാ പോട്ട് മക്കൾ വീടെടുത്തോന്ന് പറഞ്ഞാൽ മക്കൾ പറയാം, അയ്യേ നമ്മളിവിടെ വെറുതെ തന്നാലും വീടെടുക്കില്ല. എന്നാൽ പിന്നെ ഇത് വിൽക്കാൻ വെച്ച റിയൽ എസ്റ്റേറ്റുകാർ വെറുതെ തന്നാലും ഞങ്ങൾ വാങ്ങൂല. അവരെല്ലാം പറയുന്നത് ഭാവിയിൽ റോഡ് വരും എന്ന പേടി കൊണ്ട് കൃഷിയും വ്യവസായവും വികസനവും വിൽപ്പനയും ഒക്കെ മുരടിച്ചു നിൽക്കുന്ന പ്രദേശമായി ഈ റോഡ് പോകുന്ന സ്ഥലം മാറിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗും BJP ഒക്കെ മനസ്സിലാക്കണം. എന്നിട്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങണം. അവര് നാട്ടിലിറങ്ങണം. നമുക്ക് ഒന്നിച്ച് കലക്ട്രേറ്റിലിരിക്കാം. നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലൊക്കെ ഒന്നിച്ചിരിക്കാം. എന്നിട്ട് ഈ റോഡിനെ എതിർക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഭൂഗർഭ ഗ്യാസ് ലൈൻ പദ്ധതിയെയും കൂടംകുളം ആണവ നിലയത്തെയും എതിർക്കുന്നത് ശരിയല്ല. ഇപ്പൊ റോഡ് മാത്രമല്ല, കൊച്ചി പെട്രോളിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ ഭൂമിക്കടിയിൽ കൂടി പോകുന്നതിന് നമ്മൾ എതിരാണ്. എന്തിനാണ് എതിർക്കുന്നത്? സത്യത്തിൽ ആ സ്കീം നിങ്ങൾ അറിയോ? നിങ്ങൾക്ക് ഭൂമിക്കടിയിൽ കൂടി പൈപ്പ് ലൈൻ വരുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ സ്ഥലത്തിന് പൈസ തരും. എന്നിട്ട് ആ സ്ഥലം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. അതിന് വേണമെങ്കിൽ കൃഷി ചെയ്യാം. അവിടെ വലിയ ഫ്ലാറ്റ് വരില്ല, കെട്ടിടം വരില്ല. എന്നാൽ അവിടെ നിങ്ങൾക്ക് വാഴ നട, കപ്പ നട, നെൽകൃഷി നടത്താം. ശരിക്കും വയൽ സംരക്ഷിക്കുന്ന ഒരു സ്കീമായിരിക്കും അത്. ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്കീമാണത്. എന്നിട്ടും അതിനെ കേരളം എതിർക്കുകയാണ്. അതുപോലെ തന്നെ കൂടംകുളം വൈദ്യുതി നമുക്ക് 125 മെഗാവാട്ട് കിട്ടും. നമുക്ക് അതിന്റെ ഹൈടെൻഷൻ പൈപ്പ് ലൈൻ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ വലിക്കാൻ സാധിച്ചിട്ടില്ല.
ഇപ്പോൾ ജയലളിത എന്താ പറഞ്ഞതെന്നറിയാം കേന്ദ്ര ഗവൺമെന്റിനോട്? പൈപ്പ് ലൈൻ വരെ വലിക്കാത്താക്ക് എന്തിനാ കൊടുക്കുന്നത്, അതും കൂടി എനിക്ക് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ വൈദ്യുതിയോ ഇല്ല, നമ്മുടെ നാട്ടിൽ റോഡില്ല, നമ്മുടെ നാട്ടിൽ ഗ്യാസ് ഇന്ധനമില്ല. പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ ഭാവി ഇരുട്ടിലാവുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. നാടിന്റെ ഭാവി ഇരുട്ടിലാണെന്നും വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയ സമവായം വേണമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. ദയവേത് ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാറി ചിന്തിക്കണം. നിങ്ങൾ വിചാരിച്ചാലേ ഈ നാട് നന്നാക്കാൻ പറ്റും, അല്ല ഈ നാടിന്റെ ഭാവി കട്ടപ്പോവുകയാണ്. റോഡ് പണിക്കായി എടുത്ത മണ്ണും കല്ലുമടക്കമുള്ള മാലിന്യങ്ങൾ പുഴയിൽ തള്ളുന്നതായി പരാതി. മെക്കാഡം ടാറിംഗ് നടത്തുന്ന കാർത്തികപുരം മണക്കടവ് റോഡരികിലാണ് അരികു കെട്ടുന്നതിന് പകരം പുഴക്കരയിൽ മണ്ണും മറ്റും കൊണ്ടു തള്ളുന്നത്. പുഴക്കരയിലെ 50 മീറ്റർ ഭാഗം കെട്ടുന്നത് ഒഴിവാക്കാനായാണ് മണ്ണും കല്ലുമടക്കം ഇവിടെ കൊണ്ടു തള്ളുന്നത്. ഇതിന്റെ ഇരുവശവും കെട്ടിയിട്ടുണ്ട്. ഇടയിൽ ഒഴിവാക്കിയ ഭാഗത്താണ് റോഡ് പണിക്കിടെ നീക്കിയ ഇലക്ട്രിക് പോസ്റ്റുകളടക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ടിട്ടിരിക്കുന്നത്. ജനവാസം കുറഞ്ഞ സ്ഥലമായതിനാൽ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു തന്ത്രത്തിന് ടാറിങ്ങുകാരൻ തുനിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ മഴ തുടങ്ങിയാൽ മണ്ണ് മുഴുവൻ ഒലിച്ചിറങ്ങി തോടിൽ ഒഴുകിപ്പോകുന്നതിന് പുറമെ ഇത് റോഡിന് അപകട ഭീഷണി ഉയർത്തുമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പുഴയിലേക്ക് ഈ റോഡിന്റെ പണിയുന്ന എല്ലാ വേസ്റ്റുകളും കൊണ്ടുപോയിട്ട് ഇവിടെ ചാടിക്കുകയാണ്. ഈ വലിയൊരു അപകട ഭീഷണിയാണ്. കാരണം നിരപ്പായ റോഡാണ്. ഈ പുഴ സൈഡ് എന്ന് പറയുന്നത് വൻ കുഴിയുമാണുള്ളത്. അപ്പോൾ ഈ പുഴയിലുള്ള ഈ റോഡിന്റെ സൈഡിലുള്ള പണിയുന്ന എല്ലാ വേസ്റ്റുകളും കൊണ്ടുപോയിട്ട് ഇവിടെ തട്ടി ഈ ഇവിടെ സൈഡ് കെട്ടേണ്ടതിന് പകരം ഒരാൾക്ക് ഇതിൽ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് കുറവാണ് എന്ന പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വലിയൊരു അപകടം, നാളെ വരാൻ പോകുന്ന വലിയൊരു അപകടത്തിലേക്ക് ഇവരെ സമൂഹത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇവിടെ ഈ സൈഡ് കെട്ടാതെ വെച്ചിരിക്കുക. അധികൃതരുടെ മുമ്പിൽ പരാതിപ്പെട്ടിട്ട് പോലും ഇതിനൊരു നടപടിയെടുക്കാതെ ഇത് ഈ റോഡ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫണ്ട് കുറവാണെന്നാണത്രേ പ്രവൃത്തി നടത്താത്തതിന് തടസ്സമായി നാട്ടുകാരോട് പറയുന്നത്. നാട്ടുകാർ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പുഴയിൽ മാലിന്യങ്ങൾ തള്ളുന്ന നടപടിയും കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. തളിപ്പറമ്പ് മന്നയിൽ നിന്നാരംഭിച്ച് കൂർഗ് ബോർഡറിൽ അവസാനിക്കുന്ന മെക്കാഡം ടാറിംഗ് ജോലി അന്തിമഘട്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ, നടുവിൽ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി ഉദയഗിരി കൃഷിഭവൻ. ജീവനക്കാർക്ക് ഓഫീസിനകത്ത് നിന്ന് തിരിയാനും ഫയലുകൾ സൂക്ഷിക്കുവാനും ഇടമില്ല. കാർത്തികപുരം PHCക്ക് സമീപം 25 വർഷം മുമ്പ് പഞ്ചായത്ത് പണിതതാണ് കെട്ടിടം. ഹാളിനകത്ത് ജീവനക്കാർക്ക് പോലും ഇരിക്കാനിടമില്ല. 3 അസിസ്റ്റന്റുമാരും 1 പാർട്ട് ടൈം സ്വീപ്പറും കൃഷി ഓഫീസറുമാണ് കൃഷിഭവനിലുള്ളത്. ഇവർ തന്നെ നിന്ന് തിരിയാൻ പാടുപെടുന്ന ഓഫീസിലെത്തുന്ന കർഷകർക്ക് നിൽക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. ഓഫീസിനകത്തെ ഫയലുകൾ സൂക്ഷിക്കാനും ഇടമില്ല. നിലത്തും മറ്റുമാണ് പൊടിപടലം പിടിച്ച നിലയിൽ ഫയലുകൾ സൂക്ഷിക്കുന്നത്. കോൺക്രീറ്റ് മേൽക്കൂരയ്ക്ക് വിള്ളൽ വീണ് ചോർച്ച സംഭവിച്ചതിനെ തുടർന്ന് ഇതിന്റെ മുകളിൽ ആസ്ബറ്റോസ് ഷീറ്റ് മേയുകയായിരുന്നു. ഇതും ഇപ്പോൾ തകർന്നു തുടങ്ങി. ഉദയഗിരി പഞ്ചായത്തിന് കീഴിലെ 15 വാർഡുകളിലെ കർഷകരുടെ അഭയകേന്ദ്രമാണ് ഈ രീതിയിൽ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്നത്. കൃഷിഭവൻ ഇവിടെ സ്ഥാപിതമായിട്ടാണ് 25 വർഷത്തിനുള്ളിൽ പഴക്കമുണ്ട്. അതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 15 വാർഡിന് മുകളിൽ വാർഡുകളുണ്ട്. ഈ 15 വാർഡിൽ നിന്നുള്ള കർഷകർക്ക് വേണ്ടിയുള്ള ഏക ആശ്രയമാണ് ഉദയഗിരി കൃഷിഭവൻ. ഇവിടെ കർഷകർക്ക് വേണ്ടിയുള്ള വിവിധ ഇനത്തിലുള്ള പല വിധത്തിലുള്ള പദ്ധതികൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ മിക്ക ആളുകൾക്ക് ഇവിടെയുള്ള ജോലിക്കാർക്ക് തന്നെ ഈ ഓഫീസിനുള്ളിൽ നിന്ന് തിരിയാൻ വരെ സ്ഥലമില്ലാത്ത വളരെ പരിമിതികൾ ഈ ഓഫീസിലുണ്ട്. അതുപോലെ തന്നെ ഫയലുകൾ സൂക്ഷിക്കാൻ വേണ്ടി വേണ്ടാത്ത സൗകര്യങ്ങളില്ല. ചിലപ്പോൾ നമ്മളിവിടെ അതുപോലെ നഴ്സറിയിലെ ആവശ്യമായ തൈകളൊക്കെ കൊണ്ടുവന്നാൽ ഇതിൻ്റെ കോമ്പൗണ്ടിൽ വെക്കാനുള്ള സൗകര്യം വളരെ തീരെ കുറവാണ്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഓഫീസിനുള്ളിലും മേശയ്ക്കടിയിലും കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന പച്ചക്കറികൾ ഇതിൻ്റെ ഓഫീസിനുള്ളിലൊക്കെയാണ് കുറേ കയറ്റി വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ പരിമിതമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മേഖലയിൽ തളിപ്പറമ്പ് താലൂക്കിന് കീഴിൽ തന്നെ ഇത്രയും ശോചനീയാവസ്ഥ അനുഭവിക്കുന്ന ഒരു കൃഷിഭവൻ ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. ഓഫീസിനകത്ത് സൗകര്യമില്ലാത്തതുപോലെ തന്നെ പുറത്തും സൗകര്യമില്ല. ഇതുമൂലം കർഷകർക്ക് വിതരണം ചെയ്യാനായി എത്തുന്ന തൈകളടക്കം ഓഫീസിലാണ് സൂക്ഷിക്കുന്നതും. സൗകര്യപ്രദമായ ഓഫീസ് പണിയാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, നടുവിൽ. ഡിവൈഎഫ്ഐ കുറുമാത്തൂർ മുയ്യം മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വരടൂലിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. മുൻ MLA CKP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ മുതലാളിത്ത ഭരണമാണെങ്കിൽ പോലും ഇതിനൊരു പൂർവാവസ്ഥയുണ്ട്. ആ പൂർവാവസ്ഥ മുതലാളിത്തം വന്നത് അതിന്റെ പൂർവാവസ്ഥയെ പൂർണ്ണമായും തകർത്തുകൊണ്ടല്ല. കാരണം സാമൂഹ്യ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. ജന്മിത്വം,
അതിനു മുമ്പേ അടിമത്തം, നാടുവാഴിത്തം, അത് കഴിഞ്ഞാൽ മുതലാളിത്തം, അത് കഴിഞ്ഞാൽ സോഷ്യലിസം. ഇങ്ങനെയാണ് സാമൂഹ്യ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. അങ്ങനെ മുതലാളിത്ത രാജ്യമാകുന്ന ഇന്ത്യയിൽ അതിന്റെ പൂർവാവസ്ഥയാകുന്ന നാടുവാഴിത്തവും അതിന്റെ ആചാരങ്ങളാകുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഐത്തവും ജാതീയതയും എല്ലാം ഇല്ലാതാവണം. അത് ഇന്ത്യയിൽ ഉണ്ടായില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ മുതലാളിത്തത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ഭൂപ്രഭുത്വത്തെ സംരക്ഷിക്കുന്ന നയം ഇന്ത്യയിൽ സ്വീകരിച്ചു. നവംബർ 22, 23 തീയതികളിൽ കുറുമാത്തൂർ ഹൈസ്കൂളിൽ നടക്കുന്ന CPM കുറുമാത്തൂർ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ വരടൂലിൽ യുവജന സംഗമം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ പി രാജീവൻ അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ, PK പ്രമോദ്, PK കുഞ്ഞിരാമൻ, KU ത്രേസ്യാമ്മ, കാനായി രാജൻ, MM രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ഓൾ കേരള ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് ഫെഡറേഷൻ ആദ്യ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മിദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അത് അറിഞ്ഞും അറിയാതെയും ഉപകാരപ്രദമായും ഉപകാരപ്രദമല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളിലുണ്ടായിരുന്ന ജില്ലാ ചെയർമാൻ C രമേശൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി S മോഹൻരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി GV ശരത് ചന്ദ്രൻ, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി AC മാധവൻ, VP ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. റോഡപകടങ്ങളിൽ ഇരയായവരെ ലോകം ഓർമ്മിച്ചു. തളിപ്പറമ്പിൽ മോട്ടോർ വാഹന വകുപ്പ് നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രാർത്ഥനയും എടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശാനുസരണം 2006 മുതൽ ലോകരാഷ്ട്രങ്ങളിലെല്ലാം എല്ലാ വർഷവും നവംബർ മാസത്തിൽ 3-ാമത്തെ ഞായറാഴ്ച റോഡപകടങ്ങളിൽ ഇരയായവരുടെ ഓർമ്മ ദിവസമായി ആചരിച്ചു വരികയാണ്. ദിനാചരണത്തിന്റെ ഭാഗമായി എല്ലാ ഓഫീസുകളിലും റോഡ് സുരക്ഷാ സന്ദേശങ്ങളും ദിവസത്തിന്റെ പ്രാധാന്യവും പ്രചരിപ്പിക്കുകയും ചെയ്യും. തളിപ്പറമ്പിൽ മോട്ടോർ വാഹന വകുപ്പ് നേതൃത്വത്തിൽ അപകടത്തിൽ ഇരയായവർക്കായി തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ റമില പക്കാർ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് മറ്റുള്ളവരും പുഷ്പാർച്ചന നടത്തി. പ്രതിജ്ഞയും എടുത്തു. മോട്ടോർ വാഹന സവാരിക്കാരനായും പൊതുനിരത്ത് ഉപയോഗിക്കുമ്പോൾ എന്റെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത എന്നിൽ അർപ്പിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ JS ശ്രീകുമാർ, BK സുധീപ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ CN പത്മരാജൻ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, പൊതുജനങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മാതൃഭാഷയ്ക്കു വേണ്ടി ജനകീയ സമാജങ്ങളും പ്രചരണ പരിപാടികളും തുടരുമെന്ന് മലയാള ഐക്യവേദി ജില്ലാ സമ്മേളനം വ്യക്തമാക്കി. കണ്ണൂരിൽ നടന്ന ജില്ലാ സമ്മേളനം ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മലയാള ഐക്യവേദി നേതൃത്വം കൊടുത്ത് നടത്തിയ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയകരമായി ചെയ്യുകയും ചെയ്തു. അതിന്റെ ഭാഗമായി 2-3 കൊല്ലം കൊണ്ട് ഉണ്ടായ ഒരു പ്രത്യേകത, മലയാളം ഔദ്യോഗിക ഭാഷയാക്കാനുള്ള തീരുമാനമുണ്ടായി. മലയാളം ക്ലാസിക് ഭാഷയായി മാറി. മലയാളം സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ 1-ാം ഭാഷയാക്കി തീർക്കാനുള്ള 1-ാം പാഠം എന്ന് പറഞ്ഞാൽ കുട്ടികൾ നിർബന്ധമായും പഠിക്കണം എന്ന് വരത്തിട്ട് വീഴ്ചയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. M നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KM ഭരതൻ, K ബാലകൃഷ്ണൻ, V വസന്തകുമാരി, PC പ്രേമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മലയാള ഐക്യവേദി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനവും വിൽപ്പനയും നടന്നു. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ നടക്കുന്ന പുസ്തകമേളയിൽ ഏറെ പേരാണ് എത്തിയത്.
വി വിജയന്റെ ഒരു ഓർമ്മ പുസ്തകം, തസ്ലീമ നസറിന്റെ യൗവനത്തിന്റെ മുറിവുകൾ, മാധവിക്കുട്ടിയുടെ സുവർണ കഥകൾ, കല്ലൈൻ പൊക്കുടന്റെ എന്റെ ജീവിതം, കിങ്കിഡൂക്കിന്റെ സിനിമയും ജീവിതവും തുടങ്ങി നിരവധി പുസ്തകങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. നിരവധി പേരാണ് പുസ്തക പ്രദർശനം കാണാനെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അഖില കേരള ധീവരസഭ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ തയ്യിലിൽ നടന്നു. പത്മശ്രീ കെ രാഘവൻ മാസ്റ്റർ നഗറിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആവശ്യങ്ങൾ വിലയിരുത്തുന്ന രംഗത്ത് ഭരണഘടനാനുസൃതമായി നമുക്ക് സേവിക്കേണ്ട അവകാശങ്ങൾ പിടിച്ചുവാങ്ങുന്ന രംഗത്ത് കാലാകാലങ്ങളിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വരുന്ന അധികാരവർഗത്തിന്റെ ഭരണനയങ്ങൾക്ക് അനുരൂപമായിട്ടുള്ള ആനുകൂല്യങ്ങൾ സമ്പാദിക്കുന്നത്, അതിനുപരിയായി സാമൂഹ്യ രംഗത്ത് നമ്മുടെ സമൂഹത്തിന് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ സമ്പാദിക്കുകയും നേടുന്നത് ഒക്കെയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ്. പി വി സുദർശൻ അധ്യക്ഷത വഹിച്ചു. വി ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി. എസ് ബാലൻ, പി ഗോവിന്ദൻ, കെ രാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അഖില കേരള യാദവ സഭ തളിപ്പറമ്പ് മേഖല എൻഡോമെന്റ് വിതരണവും കുടുംബസംഗമവും നരിക്കോട് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്നു. യാദവ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 100 30, 70, 90 OBC സംഘടന എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 30 പേരെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനി നടപടികളെ അറിയാം 60 വേക്കൻസി വേണം പോസ്റ്റ് ചെയ്യാൻ. സംഘടനത്തിന് 30, മെറിറ്റിൽ 30 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തിൽ 60 താഴെ ഒഴിവ് വരുന്ന ഒരു തസ്തികയും OBC സംഘടന കിട്ടൂല. കാരണം 30ാമത്തെ റൊട്ടേഷൻ നമ്മളെ OBC വരും. ഒന്നാമത്തെ ജനറൽ, രണ്ടാമത്തെ ഈഴ, മൂന്നാമത്തെ ശമനം. ഈ റൊട്ടേഷൻ ചേർത്തിട്ടൊരു കാലമായിട്ട് നടക്കുന്നത് അതൊന്നും തലതിരിച്ചിട്ടുണ്ട്. അഖില കേരള യാദവ സഭ തളിപ്പറമ്പ് മേഖലാ കുടുംബ സംഗമവും സമുദായത്തിൽ നിന്നും SSLC+2 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവുമാണ് നടന്നത്. താലൂക്ക് പ്രസിഡന്റ് MV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. എ കുഞ്ഞികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബാലകൃഷ്ണ യാദവ്, TT മാധവൻ, KV നാരായണൻ, P കുഞ്ഞിക്കണ്ണൻ, KV ബാലകൃഷ്ണൻ, TV ഗൗരി, GT ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. സീൽ ടിവിയിലെ സ്വാന്തനം പരിപാടിയിലൂടെ കാണിച്ച വെള്ളാവിലെ ശശിയുടെ കുടുംബത്തിന് നിരവധി പേർ സഹായഹസ്തവുമായി എത്തി. വെള്ളാവ് തട്ടുമ്മലിലെ കുടുംബശ്രീ പ്രവർത്തകരും കണ്ണപുരത്തെ യോഗശാല സുഹൃത്തുക്കളും നേരിട്ടെത്തിയാണ് സഹായം നൽകിയത്. വെള്ളാവിലെ ശശി ശരീരം തളർന്നു കിടപ്പിലാണ്. നിർധനരായ കുടുംബത്തിന്റെ അവസ്ഥയും ദയനീയമാണ്. സാന്ത്വനം പരിപാടിയിലൂടെ ഇവരുടെ ദുരന്തപൂർണമായ ജീവിതം ഞങ്ങൾ തുറന്നുകാട്ടിയിരുന്നു. ഇതേ തുടർന്ന് നിരവധി പേർ സഹായവുമായി എത്തി. ഇതിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായമാണ് ഏറെ ശ്ലാഘനീയമായത്. വെള്ളാവ് തട്ടുമ്മലിലെ ധനശ്രീ കുടുംബശ്രീ പ്രവർത്തകർ വീട്ടിലെത്തി ശശിയുടെ ഭാര്യ രോഹിണിക്ക് സഹായം കൈമാറി. സെക്രട്ടറി KV സവിത, പ്രസിഡന്റ് TK നയനി എന്നിവരുടെ നേതൃത്വത്തിൽ 19 പേരടങ്ങുന്ന സംഘം എത്തിയാണ് സഹായം നൽകിയത്. തട്ടുമ്മലിലെ ഗൃഹശ്രീ കുടുംബശ്രീ പ്രവർത്തകരും വീട്ടിലെത്തി സഹായം കൈമാറി. പ്രസിഡന്റ് VP ഉഷ, സെക്രട്ടറി K ഗിരിജ എന്നിവരുടെ നേതൃത്വത്തിൽ 19 പേരടങ്ങുന്ന സംഘം എത്തിയാണ് സഹായം കൈമാറിയത്. കണ്ണപുരം യോഗശാല സുഹൃത്തുക്കൾ ചേർന്ന് 1 ചാക്ക് അരി വീട്ടിലെത്തിച്ചു നൽകി. 4 പേരടങ്ങുന്ന സംഘം എത്തിയാണ് അരി നൽകിയത്. ആദ്യമായിട്ട് ഇവിടെ വെള്ളാവ് യൂണിറ്റ് CWSC ആണ് ശശിയേട്ടൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂണിറ്റിൽ നിന്ന് CWSCൻ്റെ പ്രവർത്തകർ ഒരു ചെറിയ സാമ്പത്തിക സഹായം ശശിയേട്ടന് നൽകുകയും അതിനെ തുടർന്ന് സാന്ത്വനം പരിപാടിയിൽ ഈ കാര്യങ്ങൾ വരികയും അതിൻ്റെ ഫലമായി ഇപ്പോൾ നിരവധി ആൾക്കാർ ശശിയേട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ വെള്ളാവിലെ 3ഓളം കുടുംബശ്രീ പ്രവർത്തകർ അവരാൽ കഴിയുന്ന സഹായം. അതുപോലെ കണ്ണപുരത്തുള്ള ഒരു 5 സ്നേഹിതന്മാർ കൂടിയിട്ട് വന്ന് സഹായം ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. ഇവർക്ക് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ്.
ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ വീടുള്ളത്. അപ്പോൾ വഴി നേരമൊന്നുമില്ല. ഒരു കുടിവെള്ളത്തിന് ഒരു കുഴൽക്കിണറടിക്കേണ്ട സംവിധാനം ആരെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സഹായം. സഹായങ്ങൾക്ക് ഏറെ നന്ദിയുണ്ടെന്നും കുടുംബശ്രീയുടേത് ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണെന്നും സാന്ത്വനം ട്രസ്റ്റ് അംഗം സി ലക്ഷ്മണൻ പറഞ്ഞു. CLTയുടെ സാന്ത്വനം പ്രവർത്തകരായ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഈ പരിപാടി അവതരിപ്പിക്കുകയാണ്. പരിപാടി അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും രോഗികൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിലേറ്റവും പ്രശംസീയം എന്ന് പറയുന്നത് വെള്ളാവ് ഈ പ്രദേശത്തുള്ള ശശി രോഹിണി ദമ്പതികളുടെ ഈ ഒരു സ്വാതന്ത്ര്യം കാണിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു പ്രതികരണമാണ്. ഈ പ്രദേശത്തുള്ള കുടുംബശ്രീ പ്രവർത്തകർ 3-4 കുടുംബശ്രീ പ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ടിയിരിക്കേണ്ടതാണ്. അവരുടെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായി കുടിവെള്ളം ഇല്ല. വീട് ഈ നിലയിലുള്ള ജനൽ പോലും ഇല്ലാത്ത ഈ വീട് ജനൽ പോലും ഇല്ലാത്ത വീടുകളാണ്. അങ്ങനെ ഈ ഉറവ് പറ്റാത്ത ഒരുപാട് മനുഷ്യർ ഉള്ള ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ സാന്ത്വന പരിപാടി കാണുന്ന പ്രവർത്തകർ ഇവർക്ക് അകമഴിച്ച് സഹായിക്കണം. അവരുടെ സഹായിച്ചാൽ ഇനിയും കുറേ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി പൊതുവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താൻ പൊതുസമൂഹത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ സാന്ത്വനം പ്രവർത്തകരോട് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുടുംബശ്രീ പ്രവർത്തകരുടെ ഈ പ്രവർത്തനം നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് തന്നെ ഏറ്റവും വലിയ മാതൃകാപരമായാണെന്നും കൂടെ ഞങ്ങൾ സാന്ത്വനം പ്രവർത്തകർ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. VC സുധൻ, രമേശൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ. പുതിയ വ്യവസായ സംരംഭം തുടങ്ങാൻ താൽപര്യമുള്ള കണ്ണൂർ, തലശ്ശേരി നഗരങ്ങളിലെ കുടുംബശ്രീകളെ പങ്കെടുപ്പിച്ചുള്ള സംരംഭകത്വ പരിപാടിക്ക് തുടക്കമായി. കണ്ണൂർ പാർക്കൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രജീഷ് B ക്ലാസ് എടുത്തു. ഇംപാക്ട് കൺസൾട്ടിംഗ് ട്രെയിനിംഗ് ടീമിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടക്കുന്നത്. ഷീജ, സജീവൻ, രമണി P, മിനി V, ശ്രീജു എന്നിവരാണ് 4 ദിവസത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൊല്ലഞ്ചിറ കൊട്ടാനിച്ചേരി പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ കൊല്ലഞ്ചിറ കൊട്ടാനിച്ചേരി റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് C ശ്യാമളയുടെ അധ്യക്ഷതയിൽ AP അബ്ദുള്ളക്കുട്ടി MLA നിർവഹിച്ചു. രണ്ട് പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയാണ് ഇവിടെ ജനപങ്കാളിത്തത്തോടുകൂടി ഒരുങ്ങുന്നത്. ഈ റോഡ് ചെമ്മൺ പാതയല്ല, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു താറിട്ട റോഡായി മാറട്ടെ എത്രയും വേഗമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ചടങ്ങിൽ റോഡ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ P ചന്ദ്രൻ, MP മുഹമ്മദ് അലി, C ലത, P ഉഷ, കട്ടേരി പ്രകാശൻ, PC അഹമ്മദ് കുട്ടി, B ലസിജ, മുണ്ടേരി ഗംഗാധരൻ, M പങ്കജാക്ഷൻ, G രാജേന്ദ്രൻ, M ശ്രീധരൻ, E നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. 2014 ഡിസംബർ 5 നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CITU ഏരിയ കൺവെൻഷൻ ബക്കളം പാച്ചേനി ഹാളിൽ നടന്നു. CITU തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് PM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടണമെങ്കിൽ ഇങ്ങനെയെല്ലാമുള്ള തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ തന്നെ തൊഴിലുടമകൾക്കുള്ളതുകൊണ്ട് കോർപ്പറേറ്റുകൾ, കുത്തകൾ, രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദേശ ബഹുരാഷ്ട്ര കുത്തകൾ ഉൾപ്പെടെ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ അവരുടെ മൂലധനം യഥേഷ്ടം ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ഇങ്ങനെയെല്ലാമുള്ള തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട്, തൊഴിൽ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് വേണ്ടത്ര വിദേശ പ്രത്യക്ഷ മൂലധനം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നില്ല. അപ്പോൾ തൊഴിൽ നിയമത്തിൽ ഭേദഗതി വന്നേ പറ്റൂ. K രാജീവൻ അധ്യക്ഷത വഹിച്ചു. PV ബാബുരാജ്, ARC നായർ, മണിയമ്പാറ കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU മയ്യിൽ ഏരിയ സമ്മേളനം നടന്നു. കമ്പിൽ സംഘമിത്ര ഹാളിൽ നടന്ന സമ്മേളനം CITU മയ്യിൽ ഏരിയ സെക്രട്ടറി K നാണു ഉദ്ഘാടനം ചെയ്തു. കുത്തകകൾ ഈ രംഗം കൈയടക്കുന്നതിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാൻ ആഹ്വാനം ചെയ്തു. കാർപ്പൻട്രി വർക്കേഴ്സ് CITU പ്രസിഡന്റ് PP രാജീവൻ അധ്യക്ഷത വഹിച്ചു.
PP കുഞ്ഞിരാമൻ, OP ഭാസ്കരൻ, V പങ്കജാക്ഷൻ, M വേലായുധൻ, M രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. മുഹമ്മദ് നിഷാബ് സ്മരണാർത്ഥം ആസ്ക് ഐക്കൽ പാപ്പിനിശ്ശേരി, ഒമാഗ ഹോസ്പിറ്റൽ മംഗലാപുരം, ഹാർട്ട് സ്കാൻ ഫൗണ്ടേഷൻ മംഗലാപുരം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് നടത്തി. പാപ്പിനിശ്ശേരി MM ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും പാപ്പിനിശ്ശേരി CHCയുടെ സഹകരണത്തോടെ നേത്രപരിശോധനാ ക്യാമ്പും അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ദക്ഷിണേന്ത്യയിലെ പ്രഗത്ഭ ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ മുകുന്ദിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധരടക്കം കാർഡിയോളജി ഡോക്ടർമാർ ക്യാമ്പിലുണ്ടായിരുന്നു. നിർധനരായ രോഗികൾക്ക് ഏറെ സഹായമായി ഈ ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. അഖില കേരള മാരാർ ക്ഷേമസഭ ജില്ലാ വനിതാ സമ്മേളനം നടന്നു. ചിറക്കൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള ഉദ്ഘാടനം ചെയ്തു. അഖില കേരള മാരാർ ക്ഷേമസഭ വനിതാ വിഭാഗം പ്രസിഡന്റ് NE പ്രിയംവദ അധ്യക്ഷത വഹിച്ചു. TV കുട്ടികൃഷ്ണ മാരാർ, TV മഞ്ജുള, NE ഭാസ്കര മാരാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. മ്യൂസീഷ്യൻ വെൽഫെയർ അസോസിയേഷൻ ഉത്തര മലബാർ മേഖലാ കമ്മിറ്റി ഉദ്ഘാടനവും കൺവെൻഷനും കണ്ണൂരിൽ നടന്നു. NGO യൂണിയൻ ഹാളിൽ നടന്ന കൺവെൻഷൻ AP അബ്ദുള്ളക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. CK ജസ്മിഷ് അധ്യക്ഷത വഹിച്ചു. സിനിമാ പിന്നണി ഗായകൻ VT മുരളി മുഖ്യപ്രഭാഷണം നടത്തി. വിനീഷ് വിദ്യാസാഗർ, N ചന്ദ്രൻ, K രാധാകൃഷ്ണൻ, വിജയൻ കരിവെള്ളൂർ, അസീസ് തായ്നേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സത്യസായി ബാബയുടെ 89ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് സത്യസായി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ സായി സ്മൃതി സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണവും നടന്നു. കലിയുഗത്തിൽ ഏവരെയും സ്നേഹിക്കുക, സേവിക്കുക എന്ന മഹത്തായ സന്ദേശം സ്വജീവിതത്തിലൂടെ ഭക്തർക്ക് കാണിച്ചു കൊടുത്ത സത്യസായി ബാബയുടെ സന്ദേശങ്ങൾ ലോകത്തിനു മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് സായി സ്മൃതി സംഘടിപ്പിച്ചത്. മാനവസേവ, മാധവസേവ വിഷയത്തിൽ സാമുവൽ പ്രഭാഷണം നടത്തി. അതുകൊണ്ടാണ് സംഘടന 3 വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. സ്പിരിച്വൽ വിഭാഗം. ആത്മീയത എന്ന് പറയുന്നത് ഒരു സങ്കല്പമല്ല, അതൊരു ജീവിതത്തിന്റെ ശുദ്ധമായ ഒരു തലത്തെ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പേരാണ്. നമുക്ക് ശരീരമുണ്ട്, ശരീരത്തെ പുഷ്ടിപ്പെടുത്തുവാനും അലങ്കരിക്കുവാനുമെല്ലാം വളരെ എളുപ്പമാണ്. നമുക്കൊരു മനസ്സുണ്ട്, മനസ്സിനകത്ത് വേണ്ടാത്തതെല്ലാം കുത്തി നിറച്ചിട്ട് അഹങ്കാരവും ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചിങ്ങനെ ജീവിതകാലം മുഴുവൻ അലഞ്ഞു നടക്കാം. സത്യസായി സന്ദേശത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ഡോക്ടർ ആനന്ദമോഹൻ സംസാരിച്ചു. ജില്ലാ സത്യസായി സേവാ സംഘടനാ പ്രസിഡന്റ് N രാജൻ അധ്യക്ഷത വഹിച്ചു. VM ബാബു, അഡ്വക്കേറ്റ് MM ഷജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. തളിപ്പറമ്പ് നഗരസഭാ കേരളോത്സവത്തിന് തുടക്കമായി. മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ റംല പക്കർ ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് നഗരസഭാ കേരളോത്സവം 2 ദിനങ്ങളിലായാണ് നടക്കുന്നത്. മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാമത്സരങ്ങൾ അരങ്ങേറി. ചോരത്തലം നിൽക്കുന്നവരെ ഇത് നമ്മുടെ പുണ്യഭാരതത്തിൽ ഗുജറാത്തായി മഹാനാടായി അറിയപ്പെടുന്ന പതിവ് ദൃശ്യം ശ്രീ തിരുനെയ്യൂർക്കര
ബെർണാഡിന്റെ ഒരു കവിതയാണ് രേഖാമേരിയുടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വ്യാഴാഴ്ച മാങ്ങാട്ടുപറമ്പ് KAP ഗ്രൗണ്ടിൽ കായിക മത്സരങ്ങൾ നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP ഉഷ അധ്യക്ഷത വഹിച്ചു. K മുരളീധരൻ, AV സീത, C വനജ, TT മാധവൻ, PV ബാബുരാജ്, അള്ളാംകുളം മുഹമ്മദ്, CC ശ്രീധരൻ, C ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ. ഡിവൈഎഫ്ഐ വേളാപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വേളാപുരം മുതൽ കീച്ചേരി വരെയുള്ള റോഡിന്റെ ഇരുഭാഗത്തുമുള്ള കാടുകളും മാലിന്യങ്ങളും പ്രവർത്തകർ നീക്കം ചെയ്തു. റോഡിന് ഇരുവശത്തും കാട് വളർന്നതിനാൽ വാഹനമോടിക്കുന്നവർക്കും കാൽനടയാത്രക്കാർക്കും ഏറെ പ്രയാസം നേരിട്ടിരുന്നു. അപകട സാധ്യത ഏറെ കൂടുതലുള്ള സ്ഥലമാണിത്. ഇരുഭാഗത്തുമുള്ള കൂറ്റൻ മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞ നിലയിലായത് രാത്രികാലങ്ങളിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് തടസ്സമാണ്. വാഹനങ്ങൾ മരത്തിലിടിക്കുന്നത് കാരണം സമീപത്ത് താമസിക്കുന്ന വീട്ടുകാർ ഞെട്ടി ഉണരുന്നത് പതിവാണ്. PWD ഉദ്യോഗസ്ഥരോട് മരം മുറിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് സമീപവാസികൾ പറയുന്നു. ശുചീകരണ പ്രവർത്തനത്തിൽ ഡിവൈഎഫ്ഐ വേളാപുരം യൂണിറ്റ് സെക്രട്ടറി K പുരുഷോത്തമൻ, ബ്രാഞ്ച് സെക്രട്ടറി PV നാരായണൻ, ബ്രാഞ്ച് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വേളാപുരം പാലത്തിനും പമ്പാലക്കടയിലുള്ള റോട്ടിൽ ഏത് സമയത്തും അപകടം ഇങ്ങനെ ഭീഷണിയിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ യുവാക്കൾ രംഗത്തിറങ്ങുകയും റോഡ് വൃത്തിയാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. ശുചീകരണം മണിക്കൂറുകൾ നീണ്ടു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത വികസനത്തെ എതിർക്കുന്നവരെ രാഷ്ട്രീയ പാർട്ടികൾ കക്ഷിഭേദമന്യേ ഒന്നിച്ച് കൈകാര്യം ചെയ്യണമെന്ന് AP അബ്ദുള്ളക്കുട്ടി MLA. ദേശീയപാത വികസനത്തിനായി വളപട്ടണം വേങ്ങളം റീച്ചിലെ ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഓഫീസ് തുടങ്ങിയിട്ടും ജനം എതിർക്കുന്നത് ശരിയല്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും BJPയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇച്ഛാശക്തിയോടെ പ്രശ്നപരിഹാരം കാണണമെന്നും AP അബ്ദുള്ളക്കുട്ടി. റോഡ് വികസനത്തിന്റെ ഭാഗമായി മണ്ണും കല്ലും മാലിന്യവും പുഴയിൽ തള്ളുന്നു. കാർത്തികപുരം മണക്കടവ് റോഡരികിലെ പുഴ മലിനമാകുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി ഉദയഗിരി കൃഷിഭവൻ. ജീവനക്കാർക്ക് നിന്ന് തിരിയാനും ഫയലുകൾ സൂക്ഷിക്കാനും ഇടമില്ല. സാന്ത്വന സ്പർശം ഒരു കുടുംബത്തിനു കൂടി തുണയായി. സഹായഹസ്തം നീട്ടിയവരിൽ കുടുംബശ്രീ പ്രവർത്തകരടക്കമുള്ളവർ. തളിപ്രമ്പ് വെള്ളാവിലെ ശശിയുടെ കുടുംബത്തിന് കാരുണ്യത്തിന്റെ വെളിച്ചം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.